ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആർക്കും എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു കറി വെക്കണമെങ്കിൽ ഈ ഒരു അവിയൽ പെർഫെക്റ്റ് ആണ്. എന്നാൽ പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. എന്നെ സംബന്ധിച്ച് ഇത് കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു അവിയലും കൂടിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ജീരകമാണ് കേട്ടോ ഇടുന്നത്. നമ്മൾ അവിയലിൽ കുറേ തേങ്ങ ആഡ് ചെയ്തിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് ജീരകം ഇടുമ്പോൾ നല്ലതാണ്, ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും. നമ്മൾ അരപ്പരയ്ക്കുമ്പോഴും ജീരകം ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജീരകം എത്ര ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, അരപ്പിൽ മാത്രം ഇട്ടാലും മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം എന്നിട്ട് നമുക്ക് അതൊന്ന് നമ്മുടെ സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് അലുമിനിയം പാത്രത്തിൽ നല്ല ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കടായി എടുത്തുവെന്നേ ഉള്ളൂ. ഇപ്പം നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് നമ്മുടെ അവിയലിന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറികളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിപ്പം പച്ചമുളക് ആദ്യം, ഉരുളക്കിഴങ്ങ് പിന്നെ, ക്യാരറ്റ് പിന്നെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് തന്നെ, അവിയൽ എന്നുള്ള പേര് തന്നെ എല്ലാം ഒരുമിച്ചിട്ടുള്ളതാണെന്ന്. ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന കേട്ടോ. ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കഷ്ണങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മളിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ആ കായ ഉണ്ടല്ലോ, അതിലുള്ള പശപശപ്പ് അങ്ങോട്ട് മാറും. സാധാരണ അവിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി പേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് ഇഷ്ടം. അപ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ ആ ഒരു ഇതുണ്ടാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇട്ടിട്ട് ആ ഒരു കറിവേപ്പിലയും കടുകും ജീരകവും എല്ലാം കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഉപ്പിൻ്റെ ഒരു അളവനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാല പൊടികളാണ്. മെയിനായിട്ട് അവിയലിൽ വേണ്ടതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ 1/4 ഭാഗത്തോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിനി അരപ്പരയ്ക്കുമ്പോഴും ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത്രയും മതി. ഇനി അതിലേക്ക് നമുക്ക് അടുത്ത ആവശ്യമുള്ളത് മുളക് പൊടിയാണ്. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, കാശ്മീരി ഒന്നുമല്ല. അത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം സൈസ്. അപ്പം മുളക് പൊടി ഞാൻ അത്രേ ഇട്ടിട്ടുള്ളൂ, അത് മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടിയോ ഗരം മസാലയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, ഇത്രയും തന്നെ ധാരാളം. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കട്ട തൈര് വേണം കേട്ടോ ആഡ് ചെയ്യാൻ. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് എടുത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാം കേട്ടോ. അതൊരു 4 to 5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും തൈര് ഇപ്പോഴാണോ ഒഴിയേണ്ടത്, തൈര് ലാസ്റ്റല്ലേ ഇടേണ്ടത്? ഈ ഒരു അവിയലിൻ്റെ റെസിപ്പി ഇങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കേട്ടോ, നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഇനി പിന്നീട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കൂ. കാരണം അത്രയ്ക്കൊരു ടേസ്റ്റ് ഡിഫറൻസ് ആണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അവിയലും ഈ രീതിയിൽ ഉണ്ടാക്കുന്ന അവിയലും. എളുപ്പവുമാണ്. അപ്പം തൈരെല്ലാം എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് അടച്ചു കൊടുക്കാം. വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, പച്ചക്കറിയിൽ നിന്നും തൈരിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി നമുക്കിതിൻ്റെ അരപ്പരയ്ക്കാം. അപ്പോൾ നമ്മളൊരു ഗ്രൈൻഡർ ജാറിങ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇത്രയെങ്കിലും വേണം നമ്മളെടുത്ത പച്ചക്കറികളുടെ അളവ് അനുസരിച്ച്. ഇനി നമുക്ക് തേങ്ങയിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പിൽ മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകം. അപ്പോൾ ജീരകം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അരപ്പ് അരയ്ക്കുമ്പോൾ നമ്മൾ ജീരകം കൂടി ഇടണം. അതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ഞാനൊരു 6 പ്രാവശ്യം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, 1/2 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ 1/4 ടീസ്പൂൺ ഇങ്ങനെ എപ്പോഴും എടുത്ത് എനിക്കൊരു ശീലമായി പോയതുകൊണ്ട് ഞാനിങ്ങനെ നുള്ളിടും, പിന്നെ ഒരു നുള്ളിടും. എനിക്ക് കാണുമ്പോഴാണ് ഒരളവ് വരിക കേട്ടോ. അപ്പം നിങ്ങൾ 1/2 ടീസ്പൂൺ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ടോളൂ. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ഇടുന്നുണ്ട്. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ തൊലി പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിന്നൊരു 2 to 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുടം വെളുത്തുള്ളീൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ പറയുമ്പോൾ ഒരു 15 to 20 അല്ലികൾ വരും കേട്ടോ. നമ്മൾ ഈ പറയുന്നതൊക്കെ ആ എടുത്ത പച്ചക്കറീൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് കേട്ടോ. പച്ചക്കറികളുടെ കറക്റ്റ് എണ്ണം ഞാൻ ഡിസ്ക്രിപ്ഷൻ
ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ ഉള്ളിയും കൂടെ ഒക്കെ ഇടുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ പറഞ്ഞ അളവനുസരിച്ച് അങ്ങ് പോയാൽ മതി. ഇങ്ങനെ നമ്മൾ തൊലി പൊളിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്, ഒരാഴ്ച വരെയൊക്കെ ഇത് ഇരിക്കും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും. പക്ഷേ സവോള ഇങ്ങനെ വെക്കേണ്ട, അത് ടോക്സിക് ആവും. ബാക്കി ഇതൊന്നും ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ നല്ല കൂളായിട്ട് വെച്ചാൽ മതി. നമുക്ക് എളുപ്പമാവും. കറികളൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ഈ ഒരു പീലിംഗ് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഏറ്റവും സമയം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കൂ, എളുപ്പമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ അരങ്ങി പേസ്റ്റായി ഒന്നും പോകണ്ട, അതായത് ഇതേപോലെ ഒന്ന് കിടന്നാൽ മതി. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് കുക്കായോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ക്യാമറയുടെ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വലിക്കുകയാണ്, ആംഗിളൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പുറത്തിരിക്കുന്ന മീൻകറി ആട്ടോ. അപ്പോൾ ഇന്ന് അവിയലും മീൻകറിയായിരുന്നു സ്പെഷ്യൽ. മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ അവിയൽ. അപ്പോൾ നമ്മളിപ്പോൾ അത് തുറന്നു, നല്ല ആവി പറക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒരു 3/4 കുക്കായിട്ടുണ്ട്. അതാ കണ്ടോ വെള്ളം, നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല, പക്ഷേ വെജിറ്റബിൾസിൽ നിന്ന് തൈരിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ അത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്നുകൂടെ. ആ വെള്ളമൊക്കെ എല്ലായിടത്തും ഒന്നുകൂടെ പറ്റി പിടിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ ഇപ്പോൾ അടുക്കളയിൽ. അപ്പോൾ നമ്മുടെ അരപ്പെന്ന് പറഞ്ഞാൽ ഇതേ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മേലെ അങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഗ്രൈൻഡർ ജാറ് കഴുകിയ വെള്ളം അതൊന്നും വേണ്ട കേട്ടോ. അരപ്പ് മാത്രം ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം ഒരു 2 മിനിറ്റ്. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ അടച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് സംയോജിക്കാനാണ്. അതൊരു ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ പഴയ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോഴും നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ഫ്ലെയിം സിമ്മിൽ വെക്കുന്നേ ഉള്ളൂ കേട്ടോ. നേരത്തെയും നമ്മൾ ഫ്ലെയിം സിമ്മിലായിരുന്നു വെച്ചത്. ഇപ്പോൾ എല്ലാം കൂടെ നല്ല മിക്സായി നല്ല കുക്കായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി നമ്മൾ ചോറ് കഴിക്കും. എല്ലാവരും ഇങ്ങനൊന്ന് അവിയൽ ഉണ്ടാക്കി നോക്കൂ, എനിക്ക് ഉറപ്പാണ് പിന്നീട് നിങ്ങളിങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ അവിയൽ റെഡിയായി. ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോറും കൂടെ എടുത്ത് അങ്ങോട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഈ ഒരു അവിയൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.